ഹലോ ഗായ്സ്, എന്തെല്ലാം സുഖല്ലേ? നമ്മൾ ഇന്ന് ഇൻട്രാഡേയാണ് പരിപാടി. ശ്രീറാം ഫിനാൻസ് ആണ് കേട്ടോ. നോക്കി ശ്രീറാം ഫിനാൻസിൻ്റെ ഇപ്പോൾ ഏകദേശം 11 പോയിൻറ്റ് സംതിങ് എന്തോ ഡൗൺ ആണ്. ഞാനും സെല്ല് തന്നെ എടുത്തേക്കണേ. ഓക്കെ, അതിന് പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നുമില്ല. ഒരു റാലി, ഇപ്പോൾ അത് താഴേക്കുള്ളൊരു റാലിയാണ്. ഞാനും ആ റാലിയിൽ ജോയിൻ ചെയ്യണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിലും എൻ്റെ സ്ട്രാറ്റജി തന്നെ അത്രയേ ഉള്ളൂ. ഞാൻ സാധാരണ ഇപ്പോൾ അത് എങ്ങോട്ടാണ് ഇപ്പോൾ റാലി പോയിക്കൊണ്ടിരിക്കുന്നത്, ആ സെയിം റാലിയിൽ ഞാനും കയറി അറ്റൻഡ് ചെയ്യും. അതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള പരിപാടി. കഴിഞ്ഞ വട്ടം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 40,000 ഇൻട്രാഡേയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മന്ത്ലി എങ്ങനെ 10,000 ഉണ്ടാക്കാന്നുള്ളത്. അത് ഡെയിലി 500 വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഈസി ആക്കി കഴിഞ്ഞാൽ 500 എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാ മാസം ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു മന്ത്ലി ഒരു 20 ട്രേഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 ഉണ്ടാവും എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത്, എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 4 lakhs ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി 1 lakh ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു. അത് അപ്പോൾ ചെയ്യണ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എന്തോരും മറ്റേ ഡെയിലി ഒരു 5,000 പ്രോഫിറ്റ് ഉണ്ടാക്കണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും 1 lakh ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ മൈൻഡ് ഒന്ന് ഔട്ടായി പോകും. കാരണം കൂടുതൽ ഫണ്ട് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടല്ലോ. നമുക്ക് ചിലപ്പോൾ അത് ഏതെടുക്കണ്ട. ഇതിപ്പോൾ 40,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാലും, ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും പെട്ടെന്ന് ചാടി ഇറങ്ങാം. പക്ഷേ 4 lakhs ഒക്കെ വെച്ചിട്ട് കളിക്കുമ്പോൾ പെട്ടെന്ന് ചാടി ഇറങ്ങുന്ന സമയത്ത് തന്നെ പോയിട്ടുണ്ടാകും ഒരു 5,000-6,000 രൂപ അപ്പം തന്നെ ലോസിൽ ഒന്നും കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളുടെ സൈക്കോളജിക്കലി നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇപ്പോഴും പറഞ്ഞത്, ചെറിയൊരു എമൗണ്ട് വെച്ച് നിന്നാൽ മതി. ഇതാകുമ്പോൾ ലോസ് ആയാലും ഇപ്പോൾ ഒരു 40,000 വെച്ച് നിന്നിട്ട് ഇപ്പോൾ നമ്മൾക്ക് നോക്കാൻ പറ്റില്ല. ലോസ് ആയി കഴിഞ്ഞാൽ തന്നെയും ഒരു 4,000 5,000 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അറിയാനെങ്കിലും പറ്റും. മറ്റത് 4 lakhs ഒക്കെ വെച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി കണ്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ 10,000 50,000 എന്തായാലും പോകും. ഇതിനകത്ത് ഇപ്പോൾ വേറെ സ്ട്രാറ്റജി ഒന്നുമില്ല. ഞാൻ അല്ലെങ്കിലും ചെയ്യാറുള്ള അങ്ങനെ തന്നെയാണ്. സാധാരണ സ്കാൽപ്പിംഗ് തന്നെയാണ് നമ്മുടെ പരിപാടി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോർട്ട്ഫോളിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എത്ര കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാം. പിന്നെ ഇന്ന് കുറച്ച് ഫ്രീ ആണ്, അപ്പോൾ അത് കാരണം കൊണ്ട് ഫുൾ ടൈം ട്രേഡിങ്ങിലുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ 1-2 ട്രേഡ് എടുക്കും. അപ്പോൾ ഈ എടുക്കുന്ന ട്രേഡെല്ലാം ഈ കണ്ടിന്യൂസ്ലി അതിനകത്ത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് അത് കട്ടാക്കിയിട്ട് എപ്പോൾ വിഡ്രോ ചെയ്യണം ആ സമയത്തായിരിക്കും ചിലപ്പോൾ കുറച്ച് സമയം ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്യും. ഓക്കെ, ഇത് ഇന്ന് സെല്ലെടുക്കാൻ തന്നെ കാരണം തന്നെ കണ്ടില്ല. ഗ്രാഫ് കണ്ടില്ലേ, അത് താഴോട്ടാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ഇനിയും താഴോട്ട് ഒരുപാട് ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ 1,600 ചില്ലാൻ രൂപ പ്രോഫിറ്റ് വരാൻ കാരണം മറ്റേ 2ാമത്തെ ലൈൻ കണ്ടാൽ, 2ാമത്തെ ലൈൻ ക്യാൻഡിൽ അത് റെഡ് കാണിച്ചപ്പോൾ തന്നെ ഞാൻ ഇതുപോലെ കയറി സെല്ല് കൊടുത്തിരുന്നതാണ്. പിന്നെ 3ാമത്തെ 4ാമത്തെ ലൈനാണ് എൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നത്. ഓക്കെ, ഇത് കുറച്ചുകൂടി ഞങ്ങൾ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ ഒരു 2,000 വരെ പോയിട്ട് കട്ടാക്കാം എന്ന് ഓർത്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഈ സൈക്കോളജിക്കൽ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞില്ലേ, സൈക്കോളജിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനത് ഇപ്പോൾ സെല്ലെടുത്ത് ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും ചിലപ്പോൾ അത് ഗ്രീൻ കത്തി മേളിലേക്ക് പോകാമെന്ന് വെച്ചു. ചിലവരത് പാനിക്കായിട്ട് പെട്ടെന്ന് കയറി വിഡ്രോ ചെയ്യും. അങ്ങനെ പാനിക്കായി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരുപാട് താഴോട്ട് വരാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുഴുവൻ പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മൾ സെല്ലെടുത്ത ഉടനെ പെട്ടെന്ന് സെല്ലാക്കി താഴേക്ക് പോയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഒന്ന് മേലോട്ട് കയറിയിട്ടൊക്കെ താഴേക്ക് വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാനുള്ളൊരു കഴിവ് വേണം. ഇപ്പോൾ ഞാൻ ആ പറഞ്ഞതിന് ശേഷം അത് മേലോട്ട് കയറിയിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞതിന് ശേഷം അത് മേലിലേക്ക് കയറിയിരിക്കുന്നതാണ്. ഞാനത് വിഡ്രോ ചെയ്തിട്ടില്ല, കാരണം താഴേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. അല്ല, കുറച്ച് മേലോട്ട് കയറിയാലും ഞാനാണെങ്കിൽ ഇന്ന് മറ്റേ സ്റ്റോപ്പ് ലോസും വച്ചിട്ടില്ല. അവൻ താഴേക്ക് വരും എന്നുള്ള ഇതിൽ തന്നെയുള്ളത്. കാരണം ഇന്ന് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും തുടങ്ങിയപ്പോൾ തന്നെ ഡൗൺ തന്നെയാണ് കാണിക്കുന്നത്. നിഫ്റ്റിയും എല്ലാം ഡൗണാണ്, ബാങ്ക് നിഫ്റ്റിയും ഡൗണാണ്. നോക്കാം, നമുക്കിപ്പോൾ ജസ്റ്റ് ആ റാലി ഒന്ന് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇതിനകത്ത് വേറെ തല പുകഞ്ഞ് ആലോചിക്കുന്ന കേസുകളൊന്നും ഞാൻ സാധാരണ ചെയ്യാറില്ല.
ആ പോകുന്ന ആ റാലിയിൽ ഞാനും ജസ്റ്റ് ജോയിൻ ചെയ്യും. അവൻ എവിടെ വെച്ച് നിൽക്കുന്നോ അവിടെ വെച്ച് ഞാൻ നിർത്തും. ചിലപ്പോൾ ചില മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നേരം നിൽക്കും. ചിലപ്പോൾ അവനവിടം വരെ പോകുന്നുള്ളത് നോക്കിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. 1495 അല്ലേ, നേരത്തെ 1600 എന്തോ സംതിങ് ഉണ്ടായിരുന്നു. നോക്കാം, വെയിറ്റ് ചെയ്യാം, നോ ഇഷ്യൂ. ഗ്രീൻ ക്യാൻഡിൽ ഒരെണ്ണം കത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ താഴേക്കുള്ള റാലി ആണെങ്കിലും മുകളിലേക്കുള്ള റാലി ആണെങ്കിലും അത് ഫുൾ ടൈം അങ്ങനെ മുകളിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നില്ല. ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബെയ്യ അടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് സെല്ല് കാണിച്ചിട്ട് താഴേക്ക് വന്നിട്ട് പിന്നെ ഇടയ്ക്ക് മുകളിലേക്ക് പോകുള്ളൂ. ചിലപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ജസ്റ്റ് പെട്ടെന്ന് പാനിക്കായിട്ട് പെട്ടെന്ന് കയറി പെട്ടെന്ന് കയറി വാഷ് ഔട്ട് ചെയ്യായിരുന്നാൽ മതി. ആരെങ്കിലും മറ്റേ 10,000 മന്ത്ലി പ്രോഫിറ്റ് എടുക്കാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആരും നോക്കിയായിരുന്നോ? ആരും കമൻറ്റ് ചെയ്തില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ വീഡിയോ ചെയ്യായിരുന്നു. അയ്യോ എന്തോരം കയറി നോക്കി കണ്ടോ. ഇപ്പോൾ ഞാൻ ആ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, ഞാനെന്നാൽ 1349 ആയിപ്പോൾ. ശരി, ഞാൻ നല്ല കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കാണിക്കാം. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും ബോറടിക്കും, പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്കും ബോറടിക്കും. ഗൈസ്, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മേലോട്ട് കയറിയിട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൊള്ളാം. ഇനി അവൻ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് 2000 ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്ത് ഇറങ്ങാം. ഓക്കെ, ഇന്ന് മോർണിംഗ് ടൈമാണ്. ഇത് കണ്ടോ, ട്രേഡിങ് തുടങ്ങിയിട്ട് കുറച്ച് സമയം ആയിട്ടേ ഉള്ളൂ. 1 2 3 4 5 6 7 8 9 5 മിനിറ്റിൻ്റെ 9 ക്യാൻഡിൽ 45 മിനിറ്റേ ആയിട്ടുള്ളൂ ട്രേഡിങ് തുടങ്ങിയിട്ട്. 2200 സംതിങ് എപ്പോഴെന്തോ ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എക്സിറ്റ് കഴിച്ചിട്ട് ചിലപ്പോൾ ഇനി അടുത്തൊരു കുറച്ച് നേരം ഇതുപോലെ റിലയൻസിൽ താല്പര്യമുണ്ട്, വിപ്രോയിൽ താല്പര്യമുണ്ട്, CDSL ഉണ്ട്. പിന്നെ റിലയൻസ് വേണ്ട. റിലയൻസിൽ ഒരു മൂവ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എടുത്ത് ഇപ്പോൾ ശ്രീരാം ഫിൻ കണ്ടില്ലേ, അത് നല്ല മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് ചാടി ഇറങ്ങാം. ഇതിനകത്തൊരു മൂവ്മെൻ്റ് ഇല്ല. അതുപോലെ തന്നെയാണ് വേറെ ഏതാ നോക്കുക. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അടുത്ത ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇതാദ്യം എക്സിറ്റ് ചെയ്യേണ്ട 2000 ആയല്ലോ, എക്സിറ്റ് ചെയ്താലും ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് നേരത്തെ എടുക്കുമ്പോൾ കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ആ റാലി വരുന്ന സമയത്ത് വീഡിയോ ഓണാക്കാൻ പറ്റിയില്ല. അപ്പോൾ ചില സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത ട്രേഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോ ഓണാക്കാൻ പറ്റില്ല എന്ന് വരും. ഓക്കെ, എന്തിലുണ്ടെങ്കിൽ ക്ഷമിക്കൂ. നിങ്ങളാരും ലൈക്കും ചെയ്യണില്ല, സബ്സ്ക്രൈബും ചെയ്യണില്ല കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടും. ഓക്കെ, ഒരു അഭ്യർത്ഥനയല്ലേ. 2600. അപ്പോൾ എന്തായാലും കട്ട് ചെയ്യാനുള്ള പരിപാടിയായുള്ള എന്തായാലും എക്സിറ്റ് അടിക്കാൻ അധികം താഴോട്ടിന് വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. അടുത്ത ട്രേഡ് കൂടി നോക്കണം. ഓക്കെ, നാളെ ഏപ്രിൽ 10. നാളെയാണെങ്കിൽ ട്രേഡിങ് ഇല്ല അല്ലേ? ഇന്ന് എന്തോ ന്യൂസ് തന്നെ കേട്ടായിരുന്നു. ഇതിൽ തന്നെ വന്നതാണ്, ഈ അപ്സ്റ്റോക്സിൻ്റെ ആപ്പിൽ തന്നെ കാണിച്ചതാണ്. ഒന്നും കൂടി ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് എടുത്താൽ മതിയോ? അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴൊക്കെ സാധനം ചിലപ്പോൾ അടിച്ച് തിരിച്ചാൽ ഓപ്പോസിറ്റ് കയറി പോകും കേട്ടോ. വേണ്ട, അത്രയും അങ്ങോട്ട് വേണ്ട അല്ലേ. നമ്മൾ 2000 പ്രതീക്ഷിച്ചു, നമുക്ക് 2000 തന്നെ എടുക്കാം. അത് കഴിഞ്ഞ് ഇനി അടുത്തൊരു ട്രേഡ് കൂടി എടുത്തിട്ട് ഞാൻ വീഡിയോ ഓണാക്കാം കേട്ടോ. ഞാൻ ചിലപ്പോൾ നോക്കി എന്നിട്ട് എപ്പോഴാണ് പറ്റുന്നത് വെച്ചാൽ സെക്കൻഡിൽ ഞാൻ എടുക്കുമ്പോൾ തന്നെ വീഡിയോ ഓപ്പൺ ആക്കാം. ഞാൻ പറഞ്ഞിട്ട് തന്നെ എടുക്കുള്ളൂ. ഓക്കെ, വിപ്രോയിൽ ഉദ്ദേശമുണ്ട്, CDSL നോക്കുന്നുണ്ട്. അങ്ങനെ 2-3 ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എന്താ ഉള്ള അവസ്ഥ എന്നുള്ളത് അപ്പം നോക്കിയിട്ട് ഞാൻ പറയാം. 2500 അങ്ങോട്ട് തികച്ചായിരുന്നെങ്കിൽ ചാടങ്ങട്. ഓക്കെ, കിട്ടി 2519. അപ്പോൾ അടുത്തൊരു ട്രേഡ് എടുത്തിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഹലോ, അടുത്ത ട്രേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ശ്രീരാം തന്നെ ഞാൻ എടുത്തത്. ഞാൻ വേറെ ബാക്കിയെല്ലാം നോക്കിയപ്പോൾ ഒന്നും അതിൽ വലിയ കാര്യമില്ല. അത് അങ്ങ് അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. റിലയൻസും അതെ, CDSലും അതെ, വിപ്രോ അതെ. അങ്ങനെ 3 നോക്കിയിട്ടൊന്നും രക്ഷയില്ല. അപ്പോൾ ഇവൻ അടുത്തത് ഗ്രീൻ ക്യാൻഡിൽ കാണിച്ചപ്പോൾ ഞാൻ പിന്നെ അടുത്ത് നേരെ കയറി ബൈ അടിച്ചു. ഇത് തന്നെ ജസ്റ്റ് ഒരു ആ റാലി തന്നെ ഫോളോ ചെയ്യാന്നുള്ളൂ മാത്രം. കണ്ടോ, 2700 സംതിങ് എന്തോ ആയി.
അപ്പോൾ ആ റാലി ഫോളോ ചെയ്യാന്നുള്ളൂ. അപ്പോൾ ആ റാലി എത്ര നേരം വരെ അത് മേളോട്ട് പോകുന്നു അത്ര നേരം വരെ ഞാനും കയറും. ഇനി ഇടയിൽ എന്തെങ്കിലും റെഡ് കാണിച്ച് ബാക്കോട്ട് വരികയാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എന്നിട്ട് വീണ്ടും മേളിലോട്ട് കയറാൻ തന്നെ ഞാനും ആ റാലിയിൽ തന്നെ ഞാനും കൂടെ ജോയിൻ ചെയ്യും. ഇതങ്ങനെ എപ്പോഴും അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ക്യാനിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ കയറി വന്നോളണമെന്നൊന്നുമില്ല. ഞാനത് സാഹചര്യം അനുസരിച്ച് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അങ്ങനെ ആരെങ്കിലും ഒന്നും അങ്ങനെ അധികം നെഗറ്റീവായിട്ടൊന്നും പറയാറൊന്നുമില്ല. പിന്നെ ചിലർ പറയും ഞാൻ ഈ ചില ആൾക്കാരുടെ ക്ലാസ്സുകളിലൊന്നും പോരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സുകളിലൊന്നും പോയി കഴിഞ്ഞാൽ ക്ലാസ്സുകളിലൊന്നും പോയാൽ പോലും ഈ പറഞ്ഞ പോലെ നമുക്കത് ട്രേഡിങ് അങ്ങനെ അത്ര ബെനിഫിറ്റാക്കി എടുക്കാൻ പറ്റുമൊന്നുമില്ല. ഓക്കെ, എന്താ അവസ്ഥ? പഴയ അവസ്ഥ തന്നെ നിൽക്കുകയാണ്. ഓഹോ, കുറഞ്ഞും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ എന്തായാലും ബൈ അടിച്ചേക്കുന്നത് ഞാനത് എന്തായാലും ഇപ്പം ഇതിൽ തന്നെ ഉണ്ട്, ലൈവിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചില ആൾക്കാരങ്ങനെ ഞാനങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞ നേരം കൊണ്ട് പലരും പല പല വഴക്കുകളും കാര്യങ്ങളൊക്കെ പറയാൻ നോക്കി. ഞാൻ വലിയ മൈൻഡ് ആക്കണില്ല. ഈ ഇപ്പോൾ ട്രേഡിങ് ക്ലാസ്സിന് ഇപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ജസ്റ്റ് ഫോർ 75,000 75,000 രൂപ. ഞാൻ ആകെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 40,000ആണ്. അതിട്ട് ചെയ്ത് പഠിക്കാൻ അത് മതി. ഒരു 10,000 ഇട്ട് ചെയ്ത് ഈസിയായിട്ട് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ഇത് 75,000 രൂപ ക്ലാസ്സിന്. ഇപ്പോൾ ചിലവർ അങ്ങനെ 75,000 ഒരുമിച്ച് വാങ്ങിയിട്ട് ചിലവർ അങ്ങനെ 3,000 5,000 7,000 10,000 7,000 വരെ വാങ്ങിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഈ 75,000 വെച്ചിട്ട് കടുകട്ടി പോയി അല്ലേ. ഇതിപ്പോൾ ചെയ്ത് പഠിക്കണമെങ്കിൽ തന്നെ ഒരു 10,000 ഇട്ട് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ആർക്കെങ്കിലും പണി കുറച്ചും കൂടിയും 3,000 വെരി ഗുഡ്. അപ്പോൾ കുറച്ചും കൂടിയും ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പേപ്പർ ട്രേഡിങ് ചെയ്യാം. പേപ്പർ ട്രേഡിങ്, ഡെമ്മി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് നോക്കുക, ആ സ്റ്റോക്ക് ഇപ്പോഴത്തെ പോയിൻ്റ് എപ്പോഴാണെന്നുള്ള എഴുതി വയ്ക്കുക. നമ്മളൊന്ന് ഇപ്പോഴത്തെ അതിൻ്റെ ഇത് വെച്ചിട്ട് എന്തായിരിക്കും ഇനി അടുത്തത് ഉണ്ടാകുന്നതെന്നുള്ളതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ സമയമാകുമ്പോൾ നമ്മളെ വിചാരിച്ച രീതിയിൽ പോയിന്റിലേക്ക് മേളിലേക്കാണോ അല്ലെങ്കിൽ താഴേക്കാണോ എന്നുള്ളത് ജസ്റ്റ് ആ പേപ്പർ തന്നെ നോട്ട് ചെയ്യുക. അങ്ങനെ തന്നെ അത് പ്രോഫിറ്റാണോ അല്ലെന്ന് കുറച്ച് നേരം ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വല്ലാത്തൊരു അഡിക്ഷൻ പോലെ, എനിക്കങ്ങനെ അത്ര അഡിക്ഷനൊന്നും എനിക്ക് തോന്നാറില്ല. ഞാൻ എന്നും അങ്ങനെ ഇതിനായിട്ട് കയറി ഇരിക്കാറുമില്ല. ഞാൻ ചിലന്തെങ്കിലും ഫ്രീ ടൈം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി എല്ലാ ദിവസവും ഫ്രീ ടൈം ഉണ്ടെങ്കിലും എല്ലാ ദിവസവും കയറി ട്രേഡ് ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നും എനിക്കില്ല. ചിലവരിത് കാലത്ത് എഴുന്നേറ്റ് ഇതുപോലെ ട്രേഡിംഗ് എന്ന് പറഞ്ഞിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നതാണ്. BEL ഉണ്ടോ? BELും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനക്കില്ല, ഒരു മൂവ്മെൻറ്റിൽ അത് അങ്ങനെ തന്നെ നിൽക്കുക. അതായത് ഇന്ന് എടുത്ത ശ്രീരാം തന്നെ അത്യാവശ്യം ഇത്തിരി മെനയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ശ്രീരാം തന്നെ വീണ്ടും എടുത്ത് ബൈ അടിച്ചത്. കണ്ടോ, ശ്രീരാമിൻ്റെ മുമ്പത്തെ ദിവസമൊക്കെ നോക്കി വെറുതെ ഒരുപാട് നേരം ചുമ്മാ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് അനങ്ങിയിട്ടേ ഉള്ളൂ. 52 പേരും 52% താഴോട്ട് പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. 48% മേളിലോട്ട്. അതായത് ആ കുറഞ്ഞ ശതമാനത്തിലാണ് ഞാനുള്ളത്. ചിലപ്പോൾ ഒന്ന് മേളിലോട്ട് പോയിട്ട് ചിലപ്പം താഴോട്ട് വരും, പിന്നെ ആയിരിക്കും ചിലപ്പോൾ മേളിലോട്ട് പോകാം. പക്ഷെ എന്തായാലും വി വിൽ വെയിറ്റ്. ഞാൻ പിന്നെ ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അത് കാരണം കൊണ്ട് മേളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കയറി ഹിറ്റ് ചെയ്തിട്ട് പോകും. അങ്ങനെ വയ്ക്കരുതെന്ന് ഞാൻ ആരോടും പറയാറില്ല. എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇതാണ്. പക്ഷേ ഞാൻ വച്ചിട്ടില്ല എന്നുള്ളൂ. നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. ആ ഫുള്ള് മേളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ 4,000 4,500 എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അതിൽ നിന്ന് കിറ്റ് ചെയ്ത് ഇറങ്ങാമെന്നുള്ളതാണ്. റാലി എത്ര വരെ പോകുന്നോ അത്ര വരെ നമുക്ക് നിൽക്കാം. ഓക്കെ, പിന്നെ ഈ വീഡിയോയും ലെങ്ത് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടായിട്ട് അടുത്ത വീഡിയോ എടുക്കുകയുള്ളൂ. ഇനി അതുവരെയും ഫുള്ളായിട്ട് നിങ്ങളെന്നിരുത്ത് ഇങ്ങനെ ബോറടിച്ചിരിക്കണ്ട. പിന്നെ ഇതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടട്ടോ പ്ലീസ്. ഓക്കെ, ഹലോ, അവൻ ഇത്രയും വരെ കയറിയിട്ടുണ്ട്. ഇവിടെ വരെ കയറിയിട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക. അതായത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പാളാൻ ചാൻസ് ഉണ്ട്. എക്സിറ്റ് അടിക്കുന്ന സമയമായിട്ടുണ്ട് അല്ലേ. എക്സിറ്റ് അടിക്കാതെ നല്ലത്. കാരണം ഇതിനകത്ത് അധികം അതിമോഹങ്ങളൊന്നും ട്രേഡിങ്ങിൽ പാടില്ല. ആവശ്യമുള്ള മോഹങ്ങളേ പാടുള്ളൂ. പറയാൻ മനസ്സിലായില്ലേ? ഇതിനകത്ത് അധികം അതിമോഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമയവും കാശും എല്ലാം വേസ്റ്റാവും. അപ്പോൾ അധികം കയറി സൈക്കോളജിക്കൽ എഫക്റ്റാണ് ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം. നമ്മളെ കൊണ്ട് എപ്പോഴും തല തിരിപ്പിച്ചോളൂ. ഇത് 5,200 മതി, നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 40,000 5,200 എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 10% മേളിലായി. 11-12% എന്തോയി മതി. അത്യാവശ്യം നല്ല പ്രോഫിറ്റായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി അടുത്തൊരു ട്രേഡ് നോക്കി വച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. ചിലപ്പോൾ ഇവൻ തന്നെ ഇനി അടുത്തത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവനെ തന്നെ പിടിക്കും. അത്ര തന്നെ. വാ മോനെ,
സ്ക്വയർ ഓഫ് ചെയ്യാം. ഒന്നുകൂടി നോക്കിയിട്ട് ചെയ്താൽ മതിയോ? വേണ്ട അല്ലേ? ചെയ്യാം. ഓക്കെ. ഹലോ. ദേ അവിടുന്ന് അടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അവൻ താഴോട്ട് റെഡായിട്ടാണ് കാണിച്ച്. ഞാൻ വീണ്ടും അടുത്ത സെല്ല് തന്നെ അടിച്ചിട്ടുണ്ട്, ശ്രീരാം ഫിനാൻസ് തന്നെ. വീണ്ടും ഞാൻ സെല്ല് തന്നെ ഇത് മൂന്നാമത്തെ ട്രേഡാണ്. നേരത്തെ താഴേക്ക് വരുന്നു. 5079 തന്നെ പോയിൻ്റ്. നോക്കാം. ഈ സെല്ല് ചിലപ്പോൾ പണി വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പണി വാങ്ങിച്ച അനുഭവങ്ങളുണ്ട്, പണി വാങ്ങിക്കാത്ത അനുഭവങ്ങളും ഉണ്ട്. നോക്കാം. ഇതിപ്പോൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് അടിച്ച് നിൽക്കാതെ എപ്പോഴും അങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ആയിക്കൊണ്ടെന്നില്ല. നോക്ക്, ഞാൻ കറക്റ്റ് എക്സിറ്റ് അടിച്ച് സെക്കൻഡിൽ നിന്ന് പിന്നെ അവൻ മേലോട്ട് പോയിട്ടേ ഇല്ല. അവൻ പിന്നെ താഴോട്ടാണ് വന്നത്. അപ്പോൾ കറക്റ്റ് സ്ഥലത്താണ് നമ്മൾ എക്സിറ്റ് അടിച്ചത്. നേരത്തെ ആദ്യം അടിച്ച സെല്ലും അതെ. സെല്ല് ഞാൻ കറക്റ്റ് എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ അവൻ അവിടെ താഴോട്ട് പോയിട്ടില്ല, പിന്നെ മേളിലോട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്തതും എക്സിറ്റ് ചെയ്തതും കറക്റ്റ് ടൈമിലാണ്. അതാണ് അത്രയും ഒരു പ്രോഫിറ്റ് കണ്ടത്. ഒരു 11% 12% ഒരു പ്രോഫിറ്റ് കണ്ടത് അതുകൊണ്ടാണ്. വിപ്രോ ഞാൻ പറഞ്ഞില്ല, വിപ്രോയും അനങ്ങിയിട്ടില്ല. അതെങ്ങനെ അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കുക. റിലയൻസും അതെ, വിപ്രോയും അതെ, താജിനെ ഞാൻ നോക്കിയില്ല. CDSലും അതെ, മാക്സ് ഹെൽത്ത് ഇത് ഞാൻ നേരത്തെ ചെയ്യണമെന്ന് ഓർത്താ കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രീരാം ഇതേ 17.20 ഇവിടെ വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങി കയറി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. 6700 സംതിങ് ആയിട്ട്. അതിൽ വിഡ്രോ ചെയ്യാം. കൊള്ളാം അല്ലേ? ഏകദേശം 14 അല്ല, ഒരു 16-17% പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ആയിട്ടുണ്ട്. മതി. ഇത് കഴിഞ്ഞിട്ട് ഇനി എടുക്കുന്നില്ല, ട്രേഡില്ല, മതിയായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വിടുട്ടോ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വലിയ സംശയങ്ങളൊന്നും വേണ്ട. ചെറിയ ഏതാ നമ്മുടെ ബിഗിനേഴ്സിന് പറ്റി ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ അയക്കാം. ഓക്കെ. അപ്പോൾ ഇന്നതാ വെനസ്ഡേ 9 ഏപ്രിൽ. ഓക്കെ. അപ്പോൾ ഞാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വിടും. ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ. താങ്ക്സ് ടു ഓൾ. ബൈ.